വോയിസ് അസിസ്റ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തുടങ്ങല്ലേ? സാധനങ്ങളൊക്കെ എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് യുവർ സ്വാലി സൈനിങ് ഓഫ്. യോ ഹായ് ഗൈസ്, ഐ എം സ്വാലിഹാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി മാസ്റ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നത്. അപ്പം ഇന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആൻഡ്രോയിഡ് ടി വി ബോക്സ്, 4K ആൻഡ്രോയിഡ് ടി വി ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് വയ്യേ പറയാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തുടങ്ങല്ലേ? അതിൻ്റെ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് കിട്ടുന്നത്. അതവിടെ കിടക്കട്ടെ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബോക്സ് ഇതാ, നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സ്. നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത്ര ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. നമ്മുടെ ഒരു വലിയൊരു ടി വി നമുക്ക് 4K HD ഇൻ്റർനെറ്റ് ടി വി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിൻ്റെ സൈസ് വെറും ഇതാണ്. വെറും എൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസാണ്. പിന്നെ ഇതിൻ്റെ അത് ബാക്കി എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാർജർ, ഒരു പവർ അഡാപ്റ്ററാണ്. ഒരു 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു പവർ അഡാപ്റ്റർ. അതേപോലെ തന്നെ ഒരു HDMI കേബിള്. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ സാധനം വരുന്നത്, ഒരു റിമോട്ട്. നമ്മുടെ ഇതിൻ്റെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ടാണ്, ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ റിമോട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് അവിടെ വെക്കട്ടെ, ബാക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ബോക്സ്. ഇതിൻ്റെ കവറൊക്കെ നമുക്ക് ആദ്യം പൊളിക്കാം. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു ബ്ലാക്ക്, ഒരു പ്രീമിയം കളറ്. നമുക്ക് ഇതിൻ്റെ പോർട്ട്സൊക്കെ നോക്കിയാൽ നല്ല ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടും. 4 USB പോർട്ട്, ഒരു മെമ്മറി കാർഡിൻ്റെ പോർട്ട്, അതേപോലെ തന്നെ ഇവിടെ 2 ഓക്സ്, അതേപോലെ തന്നെ AVI കേബിള്, HDMI, എതർനെറ്റ്, പവർ, ഇവിടെ ഒരു USB പോർട്ട്. ഇതിൻ്റെ ഒരു പ്രീമിയം ഒരു ലോഗോൻ്റെ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു എക്സോസ്റ്റാണ് ബാക്കിലുള്ളത്. അപ്പോൾ അങ്ങനെ ഹീറ്റിൻ്റെ ആ ഒരു പ്രശ്നം തന്നെ ഇതിനുണ്ടാവില്ല. നമുക്കിതിന് അൺബോക്സിങ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ്. നമുക്ക് നേരെ ടി വിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ HDMI കേബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പം HDMI കേബിൾ ടി വിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, HDMI കേബിൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ബാക്കിലുള്ള HDMI പോർട്ടിലേക്ക് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ചാർജർ, പവർ അഡാപ്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. പവർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിത് ഇതിലേക്കാണ് കണക്ട് ചെയ്യുക. നമ്മളിതിൻ്റെ പവർ അഡാപ്റ്റർ ഉണ്ട്, അഡാപ്റ്ററിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ടി വിൻ്റെ സ്ക്രീനിൽ നമ്മളിത് ചേഞ്ച് ചെയ്യാം. HDMIയിലേക്ക് ചേഞ്ച് ചെയ്തു. ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ഇൻ്റർഫേസാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതാക്കുന്ന എൻ്റെ മൗസിൻ്റെയും കീബോർഡിൻ്റെയും കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൗസിൻ്റെയും ഈ ഒരു കീബോർഡിൻ്റെയും കേബിളാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ റിമോട്ടിൽ ഇടാൻ ബാറ്ററി ഒന്നും വാങ്ങാൻ ഇപ്പോൾ പുറത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം മൗസ് കണക്ട് ചെയ്തു, കീബോർഡും കണക്ട് ചെയ്തു. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ മൗസ് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് അവിടെ കീബോർഡ് മൂവ്മെൻറ്റ് ഇവിടെ കാണാം. ഇതാദ്യം ഫയൽസ് എടുത്തു. അപ്പോൾ നമുക്ക് ഇതിലുള്ള 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ആൻഡ്രോയിഡ് ഫയൽസ്, ഹോം സെൻറ്റർ. അപ്പോൾ ഇതിലിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഡാറ്റാസ് ഒന്നുമില്ല, കാരണം ഇപ്പോൾ ഇത് പുതിയതിപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ ഡാറ്റാസ് ഒന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ SD കാർഡ്,
അതുപോലെ തന്നെ USB, അതേപോലെ തന്നെ നെറ്റ് ഹൂട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു USB ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ SD കാർഡ് കണക്ട് ചെയ്യാൻ ഇപ്പം എൻ്റെ അടുത്ത് അഡാപ്റ്റർ ഇല്ല, നമ്മൾ USB ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ളൊരു USB ഡിവൈസസ് ആണ്, ഇതൊന്ന് കണക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ USB-ക്ക് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് USB-ൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ USB വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ USB, അതിലുള്ള ഫയൽസാണ് ഈ കാണിക്കുന്നത്. അത് ഞാൻ ബ്ലെൻഡർ 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഞാൻ എടുത്തു വെച്ചതാണ്. അതുപോലെ നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിലുള്ള പോലത്തെ ഇൻ്റർഫേസാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഓപ്പൺ വിത്ത് മൂവി, ക്ലൗഡ് TV അങ്ങനെ 2 വീഡിയോ പ്ലെയറാണ്. നമുക്ക് തൽക്കാലം ഓപ്പൺ വിത്ത് മൂവി എടുക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ടൈപ്പിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് സൈഡിൽ നമ്മൾ ടാബ്ലറ്റിൻ്റെ ആ ഒരു സെറ്റിങ്സ് വരുന്ന പോലെ തന്നെ നമുക്കിതും വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തു. അപ്പോൾ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം ആദ്യം. അപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ വൈഫൈ നെറ്റ്വർക്ക് ഇല്ല. ഞാൻ ഇപ്പോൾ വൈഫൈ ഉള്ള ഫോണിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു കീബോർഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് ഇതിൽ കിട്ടും, നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ കൺഫിഗർ ഫിസിക്കൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൻ്റെ ഓപ്ഷൻസാണ് ഈ വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കീബോർഡ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന്. ഇതിന് അടിയിൽ നമ്മളെ ടാബ്ലറ്റിലുള്ള ആ ഒരു ഓപ്ഷൻസൊക്കെ പോലെ തന്നെ ഹോം, ബാക്ക്, റീസെൻറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ വന്നിട്ടുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഫയൽസ് എടുത്തു. DCയും ഞാനൊന്ന് റീനെയിം ചെയ്യാൻ പോവാം. സോ ഗൈസ്, ഞാനിപ്പം ഈ കീബോർഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നെയിം സേവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം. ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടാത്തത്. നമുക്ക് വൈഫൈ വെക്കുന്ന സെർച്ച് ചെയ്തിട്ട് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ LAN കണക്ട് ചെയ്യാം. ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് TV ബോക്സ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മുടെ ഏതൊരു നോർമൽ TV നമുക്ക് ആൻഡ്രോയിഡ് TV ആക്കാൻ കഴിയുന്നത്. അത് നമുക്ക് ഈ ഒരു LCD TV മാത്രമല്ല, നമുക്ക് പഴയ CRT TV ഒക്കെ ഉണ്ടല്ലോ, വലിയ മറ്റേ TV, അതുവരെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം അതിന് അതിൽ നമുക്ക് കാണുന്ന ഈ ഒരു 2 പോർട്ട്, അതിലൊന്ന് ഓക്സ് കേബിളിൻ്റെ പോർട്ടാണ്, ഒന്ന് AVI പോർട്ടാണ്. ആ ഒരു AVI പോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേബിളുണ്ട്. അതായത് AVI ആ ഒരു ഓക്സ് പിന്ന് ടു RCA നമ്മുടെ TVയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു പിന്നാണ്. അപ്പോൾ ആ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് നോർമൽ പഴയ TVയിലേക്കും കണക്ട് ചെയ്ത് പഴയ TV ആൻഡ്രോയിഡ് TV ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4K ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ 4K TVയിലൊക്കെ, അതായത് വലിയ സ്ക്രീനിൽ 4K TVയിലൊക്കെ നമുക്ക് ഹൈ HD ക്ലാരിറ്റി നമുക്ക് 4K ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 4 USB പോർട്ട്സ് ഉണ്ട്. 4 USB പോർട്ട്, ഒന്ന് മൗസ്, കീബോർഡ്, അതേപോലെ തന്നെ 2 USB. അങ്ങനെ USB-ൻ്റെ ഡിവൈസസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് മൗസ്, വയർലെസ് മൗസും കീബോർഡും ആണെങ്കിൽ, കോംബോ ആണെങ്കിൽ സിംഗിൾ ഒറ്റ റിസീവർ മതി. അതേപോലെ തന്നെ ഇതിൽ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഇൻബിൽഡ് ചിപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ അഡാപ്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു HDMI ആൻഡ് AVI ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ TVയിലും അതേപോലെ തന്നെ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് LCD LED TVകളിൽ വരെ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ 5 വോൾട്ട് അഡാപ്റ്ററാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ചെറിയ ഏതൊരു ചെറിയ സോഴ്സിൽ നിന്നാണെങ്കിലും നമുക്ക് വലിയ പഴയ CRT TVs ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഹൈ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. വലിയ കറണ്ട് വേണ്ട, ചിലവ് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ SD കാർഡ്, നമ്മുടെ എക്സ്റ്റേണൽ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയും, മെമ്മറി കാർഡ്. അത് നമ്മൾ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു അഡാപ്റ്റർ വേണം എന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ വാങ്ങിയത് ഒരു 16 GB വേരിയൻ്റ് ആണ്. 2 GB റാം ആൻഡ് 16 GB സ്റ്റോറേജ്, ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളൊരു വേരിയൻ്റ് ആണ്.
അതേപോലെ തന്നെ 1GB റാം ആൻഡ് 8GB സ്റ്റോറേജ് ഉള്ളൊരു വേരിയൻ്റ് ഉണ്ട് ഈ ഒരു സെയിം MX3 Pro എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സിന്. അതേപോലെ തന്നെ ഒരുപാട് MI അതേപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു പോരായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതായത് നമ്മൾ ഇതിൻ്റെ റിമോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റിമോട്ടിലേക്ക് പറയാം. അപ്പോൾ റിമോട്ട് ആ ഒരു നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് നേരെ TVയിലേക്ക് സിഗ്നൽ കൊടുക്കും. നമുക്ക് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു വോയിസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിറാകാസ്റ്റ് ഇൻബിൽഡ് ആയിട്ട് സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്ക് വലിയ TVയിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അങ്ങനെ എല്ലാവിധ ആപ്ലിക്കേഷൻസും നമുക്ക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഗെയിമിംഗ് കൺസോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു മിനി ഗെയിമിംഗ് സെറ്റപ്പായിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല നല്ല ഒരു ഇൻബിൽഡ് നല്ലൊരു ക്വാളിറ്റി റിമോട്ടാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് നല്ല ബ്ലാക്ക് സ്മൂത്ത് ഫിനിഷുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ 64 ബിറ്റ് കോഡ് കോർ പ്രൊസസ്സറാണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അതേപോലെ തന്നെ 4K Ultra HD 2GB റാം ആൻഡ് 16GB വേരിയൻ്റ് ആണ്. പിന്നെ ഗൈസ് അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം, വൈഫൈ നെറ്റ്വർക്ക്സും നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ലാൻ കേബിൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 5 വോൾട്ട് അഡാപ്റ്ററിൻ്റെ പവർ പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലാൻ പോർട്ട്, 4 USB പോർട്ട്, പിന്നെ ഉള്ളത് ഒരു HDMI, ഒരു AVI പോർട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ഫീച്ചറും കൂടി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് വൂഫറൊക്കെ ഉണ്ടല്ലോ, അതായത് കോയാക്സിയൽ ഔട്ട്പുട്ട്, അതായത് സൗണ്ടിൻ്റെ ഔട്ട്പുട്ട്. നമുക്കത് വേണമെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അതായത് എക്സ്റ്റേണൽ സ്പീക്കറിലേക്കോ നമ്മുടെ സബ് വൂഫറിലേക്കോ ഒക്കെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് എടുത്തിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു SD കാർഡ് സ്ലോട്ടാണ്, അതായത് നമ്മൾ ക്യാമറയിലേക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ഒരു SD കാർഡ് സ്ലോട്ട്. അത് നമുക്ക് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റോറേജ് 32 + 16 ആണ് നമുക്കിതിൽ ടോട്ടൽ സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആവുക. അതേപോലെ തന്നെ 2GB റാം ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിതിൽ യൂസ് ചെയ്യാം. 2D ആൻഡ് 3D ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് വരെ നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. പ്ലേ സ്റ്റോർ, പ്ലേ സർവീസ് എല്ലാത്തിൻ്റെയും സർവീസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ ഗൈസ് അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ജസ്റ്റ് എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത്രയുള്ളൊരു കേസ് എടുത്ത് പൊന്തിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് സ്മൂത്താണ് ഇതിൻ്റെ വെയിറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു HDMI കേബിൾ, യൂസർ മാനുവൽ, ഇതിൻ്റെ ഒരു റിമോട്ടിൽ നമുക്ക് ബാറ്ററി അവൈലബിൾ അല്ല, ബാറ്ററി നമ്മൾ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാക്കിംഗ് ആണ്. പിന്നെ ഞാനിത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് തന്നെ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് എനിക്ക് ഏകദേശം പ്രൈസ് വന്നത് 1500-ൻ്റെ അടുത്താണ്, 1500 പ്ലസ് കുറച്ച് അധികം ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ ഇതിന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിന് 2500 രൂപ മുതൽ 2000 മുതൽ 2500 രൂപ വരെ ഇതിന് പ്രൈസ് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഈ സെയിം മോഡൽ നമ്പർ സെയിം സാധനത്തിന് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഓഫ്ലൈനായിട്ട് സെലക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇത്രയാണ് ഈ ഒരു ആൻഡ്രോയിഡ് TV ബോക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 1080p സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4K ഔട്ട്പുട്ട് നമ്മൾ 1080p സ്ക്രീനിലേക്ക് എടുത്താൽ നമുക്ക് അത്ര വലിയൊരു പെർഫോമൻസ് കിട്ടിക്കോളണം എന്നില്ല. പിന്നെ അത് മാത്രമല്ല നമുക്കിതിന് ഹൈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം, നമുക്കിത് യൂട്യൂബൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ. ഞാനിപ്പം ജസ്റ്റ് എൻ്റെ മൊബൈൽ വൈഫൈ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് എടുത്തു നോക്കി, പക്ഷേ പുവർ നെറ്റ്വർക്കാണ്. അത്യാവശ്യം ഒരു സ്ട്രെങ്ത് ഉള്ള നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഇതിനുണ്ട്. അപ്പോൾ അത് എൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിഞ്ഞൂടെ, എനിക്ക് മാത്രമുള്ള പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി, ഇതിന് വാങ്ങാനുള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ടിങ് അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയും ദിസ് ഈസ് സ്വാലി സൈനിങ് ഓഫ്.